അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ, എങ്ങനെയുണ്ട് നോക്കട്ടെ ഏട്ടാ. കുഴപ്പമില്ല, ഉപ്പും പുളിയും എരിവൊക്കെ മുന്നിലുണ്ട്. പുളിയല്ല, ഉപ്പ് എരിവ് ഇത്തിരി മുന്നിൽ ഇത്തിരി കൂടുതലുണ്ട്, കുഴപ്പമില്ല, അടിപൊളി. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ മല്ലിയിലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ വാഴനാരഞ്ചമ്മ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ എങ്ങനെ പറയണേ, മറ്റുള്ളവർ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല, എന്നാലും ഞങ്ങളിവിടെ വാഴനാരെന്ന് പറയും. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ നാര് കളഞ്ഞ കേസൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ നാര് കളഞ്ഞ് നന്നാക്കി നല്ലോണം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 സവാള ഉള്ളി അരിഞ്ഞിട്ടിട്ട് മറ്റേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കേണ്ട. ഈ ഉള്ളിയും കൂടി മിക്സ് ചെയ്ത് വെക്കേണ്ട. എന്നിട്ടൊരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ ചട്ടിയിലിട്ട് അത് വറുത്ത പോലെ ഒരു മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഉപ്പും മുളകും ഇത്തിരി മുന്നിൽ നിൽക്കണം കേട്ടോ. ഇപ്പോൾ സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചെമ്മീനിൽ ഇത്തിരി ഉപ്പ് ഇത്തിരി മുന്നിലിട്ടോ. അതെ, ഇത്ര ഉപ്പ് ഇടുന്നുണ്ട്. നമുക്ക് കുറവുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കണം, ഇത്തിരി ഉപ്പ് ഇടണം. അതേപോലെ തന്നെ മഞ്ഞപ്പൊടി, എപ്പോഴും മല്ലിപ്പൊടി എന്ന് തന്നെ, മഞ്ഞപ്പൊടി കുറച്ചിടാം. അതേപോലെ തന്നെ നമുക്ക് മുളക് പൊടി നമ്മൾ കുറച്ച് 2 സ്പൂൺ മുളക് പൊടി ഉണ്ട് കേട്ടോ. 2 സ്പൂൺ. പോരാത്തതിന് നമുക്കൊരു ഇത്തിരി കാശ്മീരിയും കൂടി ഇട്ട് കൊടുക്കാം. കാശ്മീരിയുടെ സ്പൂൺ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ കൊട്ടിയിടാം. കാശ്മീരി ഇട്ടിട്ട് ഒത്തിരി കൂടിയൊന്നുമുണ്ട്, അതല്ല കിടക്കട്ടെ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ സവാളയും കൂടി അങ്ങോട്ട് ഇടേണ്ട. നമ്മൾ സവാളയും കൂടി അരിഞ്ഞ് വെച്ച സവാള അങ്ങോട്ട് ഇട്ട് നമുക്കതൊന്ന് ഇളക്കി വെക്കണം ഒരു 10 മിനിറ്റ് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട്. ചെമ്മീനൊക്കെ നല്ല അത്യാവശ്യം നല്ല കളറിൽ, ഉപ്പൊക്കെ നല്ല ഇത്തിരി മുന്നിലൊക്കെ ഉണ്ട്. ഉപ്പൊക്കെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇത്തിരി വേപ്പില കൂടി മിക്സ് ചെയ്യണമായിരുന്നു. നമ്മൾ മേതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിൽ, അലുമിനിയം ചട്ടിയിൽ ചെയ്യാം. എന്നാലും അത് ഇത്തിരി മൂത്ത് വേഗം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചട്ടി തയ്യാറാക്കി നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങോട്ട് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് അപ്പോൾ ചട്ടി ഒരു നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ അത്ര മതി കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ അങ്ങോട്ട് നല്ലോണം ചൂടാവണതിന് മുമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. നമുക്ക് കുറച്ചൊരു സ്പൂൺ വെച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മേത്തൊക്കെ തെറിക്കും. അതൊക്കെ തന്നെ ചൂടായിട്ട് പെട്ടെന്ന് ചൂടായിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീ അങ്ങോട്ട് കുറച്ച് വെച്ചാൽ കിട്ടുക. നല്ല തീ നമുക്ക് ആവശ്യമില്ല, കുറച്ചിരിക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ പണിപാളും. നമുക്കിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തത്തിലാണ് ഇട്ടത് കേട്ടോ. ജസ്റ്റ് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. ചെമ്മീനാണ് ചെയ്യണത്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ചെമ്മീൻ്റെ വേവലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേവലുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും ചെമ്മീൻ വേവലില്ല, ചെമ്മീൻ അതിൻ്റെ ഒരു പെട്ടെന്ന് പരിപാടി കഴിയുന്നത്. പക്ഷെ ചെമ്മീൻ്റെ അത്ര വേവൽ മറ്റുള്ള സാധനങ്ങളുടെ അത്ര പോലെ അല്ല. ചെമ്മീൻ നല്ല വേവലുണ്ട്. മീൻ പോലെയല്ല ചെമ്മീൻ. അതൊക്കെ ഓർക്കാം, നല്ലപോലെ ചെയ്യാം, നല്ലപോലെ വേവണം. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ചാണ് വെച്ചേക്കണത്. എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് നേരം ഇരുന്ന് വേവട്ടെ. എന്നിട്ട് അപ്പോഴേക്കും നമുക്കിവിടെ ഒന്ന് ഒതുക്കാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ. അതൊക്കെ ക്ലിയർ ചെയ്യാം. നമ്മുടെ പാത്രങ്ങളും ചട്ടിയൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം. അപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇത്തിരി ഇരുന്ന് വെന്ത് വെള്ളം പറ്റട്ടെ കേട്ടോ. കുറച്ച് നേരം കൂടി നല്ലോണം ഇരുന്ന് വേവട്ടെ. അപ്പോൾ അത്യാവശ്യം ഒരുവിധം കളറൊക്കെ വന്നിട്ടുണ്ട്.
അടി ചെറുതായിട്ടൊരു അടിയിലോട്ട് വന്നിട്ട് നമ്മൾ ആക്ച്വലി ഗ്യാപ്പ് ഇട്ട് നിന്നിരുന്നു, ഒരാളെയും വെയിറ്റ് ചെയ്ത് പുറത്ത് വെച്ചിരുന്നു ഞാനായി. അപ്പോൾ അത് കാരണം ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കാറുണ്ടെന്നാലും എല്ലാവരും നമ്മൾ കാണിച്ചിട്ടുണ്ടായാലും കുഴപ്പമില്ല, അതൊരു ടേസ്റ്റ് ആയിക്കോളും. ഉള്ളി നല്ലോണം മൂത്തിട്ടെന്നാണ്, അത് അടിയിൽ പിടിച്ചിട്ടില്ല, പക്ഷേ നമുക്കിങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പോരുത് മൂത്തേക്കാൻ നിന്നുള്ളൂ. ഉള്ളി മൂക്കണതാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ അത് രണ്ടിളക്കി കഴിഞ്ഞാൽ ശരിയായി. നമ്മുടെ സംഭവം ഏകദേശം നല്ലോണം ടൈറ്റ് ആവണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് മൂടി വയ്ക്കുക കുറച്ചേരം കൂടി. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യം ചെയ്യാം. മല്ലിയിലിട്ട് യൂസ് ചെയ്യണവർക്ക് അങ്ങനെ മല്ലിയിലിട്ട് യൂസ് ചെയ്യാം. ആ മല്ലിയിലോട്ട് ടേസ്റ്റ് ഇവിടെ എനിക്കിഷ്ടമാണ്, പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ രണ്ട് ടൈപ്പും ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിനാനുള്ള പരിപാടി നോക്കട്ടെ. ഓക്കെ.